Good morning, dear students. All are welcome to part 2 of analysis of financial statements. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്ത ആളുകൾക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത് കാണുക. അതിനുശേഷം മാത്രം ഈ രണ്ടാമത്തെ പാർട്ടിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൽ കമ്പനിയുടെ മീനിങ്, കമ്പനിയുടെ സവിശേഷതകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് പോവാം. ഓക്കെ, ആദ്യമായി കൈൻഡ്സ് ഓഫ് കമ്പനീസ് ആണ്, കമ്പനിയുടെ ഇനങ്ങൾ. അപ്പോൾ കമ്പനിയുടെ ഇനങ്ങൾ നമ്മൾ രണ്ട് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കമ്പനിയെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിലൊന്ന് ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ്, കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ അതിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, ആ അംഗങ്ങളുടെ ബാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഒരു ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തത് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, അതിലുള്ള ആളുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഒന്ന് ആളുകളുടെ ബാധ്യതയുടെ അടിസ്ഥാനത്തിലും മറ്റൊന്ന് ആളുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് കമ്പനിയെ ക്ലാസിഫൈ ചെയ്യാം. അതിലാദ്യം കമ്പനിയുടെ ആളുകളുടെ ലയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയറുകളാൽ ലിമിറ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ. രണ്ടാമത്തത് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയാൽ ലിമിറ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ. മൂന്നാമത്തത് അൺലിമിറ്റഡ് കമ്പനികളാണ്. ഇങ്ങനെ മൂന്നെണ്ണമാണ് ബാധ്യതയുടെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. ഇനി മെമ്പേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ അനുസരിച്ച് കൊണ്ട് നമുക്ക് കമ്പനികളെ മൂന്നായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്നാണ് പബ്ലിക് കമ്പനി, മറ്റൊന്ന് പ്രൈവറ്റ് കമ്പനി, മറ്റൊരെണ്ണം മൂന്നാമത്താണ് വൺ പേഴ്സൺ കമ്പനി, OPC എന്ന് പറയും. ഇതാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവാം. ആദ്യമായി ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സിൻ്റെ ബാധ്യതയുടെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. അതിൽ ഒന്നാമത്തെ നമ്മൾ കണ്ടു കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്, ഷെയറിനാൽ ലിമിറ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഇത്തരം കമ്പനികൾ അതിൻ്റെ അംഗങ്ങളുടെ ബാധ്യത അവരുടെ കൈവശമുള്ള ഷെയറുകളുടെ മുഖവില, അതായത് അതിൻ്റെ ഫേസ് വാല്യൂ, ആ പരിധി വരെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഒരു അംഗത്തിൻ്റെ കയ്യിലുള്ള ഷെയർ എത്രയാണോ ആ ഷെയറിനൊരു ഫേസ് വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ 100 രൂപയാണ് ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ എങ്കിൽ അതാണ് അതിൻ്റെ ഫേസ് വാല്യൂ. അപ്പം ആ 100 രൂപ വരെ ആയിരിക്കും ആ അംഗത്തിൻ്റെ ബാധ്യത. ഒരു അംഗം അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡർ അയാളുടെ ഷെയറിൻ്റെ മുഴുവൻ തുകയും കമ്പനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന് ബാധ്യതയൊന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാളുടെ കയ്യിൽ 100 രൂപയുടെ ഷെയറാണ് ഒരു കമ്പനിയുടേതുള്ളത്. ആ 100 രൂപയിൽ അയാൾ 80 രൂപയാണ് അതുവരെ കമ്പനിക്ക് അടച്ചിട്ടുള്ളത്. 100 രൂപയാണ് ഷെയറിൻ്റെ വാല്യൂ, അതിൽ 80 രൂപ കമ്പനിയിലേക്ക് അടച്ചിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ബാധ്യത ഇനി ബാക്കി ഉണ്ടാവുക 100 രൂപയാണ് ഷെയറിൻ്റെ വാല്യൂ എന്നുള്ളത് കൊണ്ട് ബാക്കി 20 രൂപയായിരിക്കും അയാൾ കമ്പനിയിലേക്ക് കൊടുക്കാനുണ്ടാവുന്നത്. അപ്പോൾ അയാളുടെ ലയബിലിറ്റി 20 റുപ്പീസ് മാത്രമായിരിക്കും. കമ്പനിക്ക് എത്ര ബാധ്യത ഉണ്ടെങ്കിലും അയാളുടെ ലയബിലിറ്റി വരുന്നത് 20 റുപ്പീസ്. അപ്പോൾ അയാളെടുത്ത ഷെയറിൽ പരിമിതപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള കമ്പനികളെയാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയാണ്. ഇവിടെ കമ്പനി അത് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനി അടച്ചുപൂട്ടി അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു നിശ്ചിത തുക ഞാൻ നൽകാമെന്ന് അംഗങ്ങൾ ആദ്യമേ അവരതിൽ ഷെയർ ഹോൾഡേഴ്സായിട്ട് ചേരുന്ന അല്ലെങ്കിൽ മെമ്പേഴ്സ് ആവുന്ന അവസരത്തിൽ തന്നെ കമ്പനിയുമായിട്ടൊരു അഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കമ്പനിക്ക് ഒരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കമ്പനികളാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഓക്കെ, ഇനി മൂന്നാമത്തത് അൺലിമിറ്റഡ് കമ്പനീസ് ആണ്. അൺലിമിറ്റഡ് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗങ്ങളുടെ ബാധ്യതയ്ക്ക് പരിധിയില്ലാത്ത കമ്പനിയാണ്. എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ലയബിലിറ്റിക്ക് പരിധിയില്ല. അതായത് ആ കമ്പനികൾക്ക് ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ അതിലെ മെമ്പേഴ്സിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടി വരെ അവർക്ക് നഷ്ടപ്പെടും. കമ്പനിയുടെ ലയബിലിറ്റി തീർക്കാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ ആസ്തികളൊന്നും തികയുന്നില്ല എങ്കിൽ അതിലെ മെമ്പേഴ്സായിട്ടുള്ള ആളുകളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വരെ ഉപയോഗിച്ചുകൊണ്ട് ആ കടബാധ്യത തീർക്കാം.
അപ്പം അങ്ങനെയുള്ള അത്രത്തോളം ബാധ്യത അതിൽ അംഗങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. ഇത്തരം കമ്പനികളാണ് നമ്മൾ അൺലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ടൈപ്പ് കമ്പനി ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ നമുക്ക് അത്തരം കമ്പനികളൊന്നും കാണാൻ സാധ്യമല്ല. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിയെ മൂന്നായിട്ട് തിരിക്കാൻ നമ്മൾ മനസ്സിലാക്കി. അതിൽ ഒന്നാമത്താണ് പബ്ലിക് കമ്പനി. അപ്പോൾ എന്താണ് ഒരു പബ്ലിക് കമ്പനി? ഒരു പബ്ലിക് കമ്പനിയെ നമുക്ക് ഇങ്ങനെ പറയാം: ഒരു പ്രൈവറ്റ് കമ്പനിയോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ സബ്സിഡിയറി, അതിൻ്റെ ഒരു ഉപകമ്പനിയോ അല്ലാത്ത കമ്പനിയാണ് പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി എന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് കമ്പനി അല്ലാത്ത കമ്പനിയാണ് പബ്ലിക് കമ്പനി. മാത്രമല്ല ഒരു പ്രൈവറ്റ് കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയോ അല്ല. അപ്പം ഇത് രണ്ടുമല്ലാത്ത കമ്പനിയെയാണ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് പ്രൈവറ്റ് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനി അതായത് സ്വകാര്യ കമ്പനി. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഹരി കൈമാറ്റത്തിന് നിയന്ത്രണങ്ങളുള്ള, ഏറ്റവും കുറഞ്ഞത് 2 പേരും പരമാവധി 200 പേരുമുള്ള കമ്പനിയാണ് സ്വകാര്യ കമ്പനി. അതാണ് സ്വകാര്യ കമ്പനി. എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഓഹരി കൈമാറ്റത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. അതായത് സ്വകാര്യ കമ്പനിയുടെ ഓഹരികൾ കൈമാറ്റം ചെയ്യുന്നതിന്, ട്രാൻസ്ഫർ ചെയ്യുന്നതിന് there are certain restrictions അതുണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിലെ മിനിമം മെമ്പേഴ്സിൻ്റെ എണ്ണം അല്ലെങ്കിൽ മിനിമം ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം 2 പേര് മിനിമം ഉണ്ടായിരിക്കണം. മാക്സിമം 200 പേര്. ഇങ്ങനെയുള്ള കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനി. ഓക്കെ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, ഇവിടെ OPC എന്ന് പറയുന്ന ഒരു ടൈപ്പ് കമ്പനി ഉണ്ട്, 1 person കമ്പനി. ആ കമ്പനിയിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. അതൊഴികെയുള്ള കേസുകളാണ് നമ്മൾ പ്രൈവറ്റ് കമ്പനിയിൽ പറയുന്നത്. ഇനി 1 person കമ്പനി എന്താന്നുള്ളതാണ് മൂന്നാമത്തെ ടൈപ്പാണത്. ഒരാൾ, അതായത് നാച്ചുറൽ പേഴ്സൺ മാത്രം അംഗമായിട്ടുള്ള കമ്പനിയാണ് ഈ 1 person കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അത് മുൻകാലത്ത് ഇല്ലാത്ത ഒരു പുതിയ ടൈപ്പ് കമ്പനിയാണ്. അത് 2013 ആക്ട് 2013 കമ്പനീസ് ആക്ട് വന്നതിന് ശേഷമാണ്, അതിലാണ് നമുക്ക് ഈ ഒരു 1 person കമ്പനിയെ പറ്റിയുള്ള പരാമർശങ്ങൾ വരുന്നത്. അതിന് മുമ്പേ പബ്ലിക് പ്രൈവറ്റ് എന്നൊരു ക്ലാസിഫിക്കേഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒറ്റ വ്യക്തി, അതാണ് 1 person, OPC എന്ന് പറയുന്നത്. ഒറ്റ വ്യക്തി മാത്രം അംഗമായ കമ്പനിയാണ് 1 person കമ്പനി. ആ വ്യക്തി എന്ന് പറയുമ്പോൾ അത് നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം, അതൊരു സാധാരണ ഒരു മനുഷ്യനായിരിക്കണം എന്നുള്ളതാണ്. മറ്റൊരു സ്ഥാപനത്തിന് ഒരു 1 person കമ്പനി ആവാൻ സാധ്യമല്ല. പിന്നെ രണ്ടാമത്തെ അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ, അടച്ചു തീർത്ത മൂലധനം 50 lakhൽ കവിയാൻ പാടില്ല. മറ്റൊന്ന് അതിൻ്റെ ആവറേജ് ആനുവൽ ടേൺ ഓവർ ആണ്. ശരാശരി വാർഷിക ടേൺ ഓവർ അത് 3 വർഷത്തേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 3 വർഷത്തെ ആവറേജ് ആനുവൽ ടേൺ ഓവർ 2 കോടിക്ക് മുകളിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് നമ്മൾ 1 person കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഇനി നമ്മൾ കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ആണ്. ഇഷ്യൂ ആണല്ലോ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ടൈറ്റിൽ തന്നെ. അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഒരു കമ്പനി അതിൻ്റെ ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ വരുന്നു. അപ്പോൾ അതിലുള്ള ചില സ്റ്റെപ്പുകളുണ്ട്, അതേതെല്ലാം നോക്കാം. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. ആദ്യമായിട്ട് കമ്പനി ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നു. പ്രോസ്പെക്ടസ് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കാണും. അപ്പോൾ കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നു, അതായത് പൊതുജനങ്ങളെ ഓഹരി വാങ്ങാൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള, കമ്പനിയുടെ ഓഹരി വാങ്ങാൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഡോക്യുമെൻ്റ് ആണ് ആക്ച്വലി പ്രോസ്പെക്ടസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രോസ്പെക്ടസ് ഇറക്കുക എന്നുള്ളതാണ് ഷെയർ ഇഷ്യൂവിലെ ഒന്നാമത്തെ പ്രൊസീജിയർ. ഓക്കെ, അല്ലെ ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഈ പ്രോസ്പെക്ടസ് കാണുമ്പോൾ ആ ആളുകൾക്കെല്ലാം തന്നെ ഈ കമ്പനി എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ്, ഏത് ബാങ്ക് വഴിയാണ് ഷെയറുകളൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അത് ആളുകളെ അറിയിക്കുക എന്നുള്ളതാണ് പ്രോസ്പെക്ടസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ്. അതായത് ഈ വിവരം കിട്ടുമ്പം കമ്പനിയിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ള ആളുകൾ കമ്പനിയിലേക്ക് നിശ്ചിത ഫോമിൽ അപേക്ഷകൾ അയക്കുന്നു. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻസ്. കമ്പനിയുടെ ഓഹരി വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ അപേക്ഷിക്കുന്നു. അപ്പോൾ ആ അപേക്ഷകൾ സ്വീകരിക്കുക. മൂന്നാമത്തത്, ഈ അപേക്ഷകളെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മറ്റു ചില ഫോർമാലിറ്റികളുണ്ട്, ലീഗൽ ഫോർമാലിറ്റീസ്. ഇതെല്ലാം പൂർത്തിയാക്കി ഈ അപേക്ഷിച്ച ആളുകൾക്ക് ഷെയറുകൾ അലോട്ട് ചെയ്യുക എന്നുള്ളതാണ്, അതായത് ഷെയറുകൾ നൽകുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇത് മൂന്നുമാണ്
ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നതിലെ സ്റ്റെപ്പുകളായിട്ട് വരുന്നത്. അപ്പോൾ ഒന്ന് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നു, 2 ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യുന്നു, 3 അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷെയറുകൾ ആവശ്യക്കാർക്ക് അലോട്ട് ചെയ്യുന്നു. ഇത് 3 ഇഷ്യൂ ഓഫ് ഷെയർസിലെ സ്റ്റെപ്പുകൾ. ഇനി നെക്സ്റ്റ് ഈ ഓഹരികൾ നൽകുന്ന രീതികളുണ്ട്, അതിൻ്റെ വേസ് ഓഫ് ഇഷ്യൂയിങ് ഷെയർസ്. അപ്പോൾ നമുക്ക് 3 രീതിയിൽ കാണാം. ഒന്ന്, അത് അതിൻ്റെ ഫേസ് വാല്യൂവിന് ഇഷ്യൂ ചെയ്യൽ, അല്ലെങ്കിൽ മുഖവിലക്ക് ഇഷ്യൂ ചെയ്യൽ എന്നുള്ളതാണ്. അതായത് അറ്റ് പാർ, ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്ന് പറയും. ഷെയറുകൾ അതിൻ്റെ പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്യുക. പാർ വാല്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഷ്യൂ ചെയ്യുന്ന വില മുഖവിലക്ക് തുല്യമാകുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയറിന് ഒരു ഫേസ് വാല്യൂ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു ഒരു പാർ വാല്യൂ അതിനുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പം 10 രൂപ എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ മുഖവില. അപ്പോൾ എക്സാമ്പിൾ കാണാം, എ ഷെയർ ഓഫ് ₹10 ഇഷ്യൂഡ് അറ്റ് ₹10. 10 രൂപയാണ് നമ്മൾ ഷെയറിൻ്റെ വില കമ്പനി നിശ്ചയിച്ചത്. അത് പ്രകാരം കമ്പനി ആ ഷെയർ നൽകുന്നത് 10 രൂപക്ക് തന്നെ. അപ്പോൾ 10 രൂപയുടെ ഷെയർ 10 രൂപക്ക് തന്നെ നൽകുന്നു. ഇതാണ് ഫേസ് വാല്യൂവിന് തന്നെ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ ഓർ അറ്റ് ഫേസ് വാല്യൂ. രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യലാണ്. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ പ്രീമിയം നിരക്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖവിലയേക്കാൾ ഉയർന്ന വിലക്ക് നൽകൽ. ഷെയറിനൊരു ഫേസ് വാല്യൂ ഉണ്ടാവുമെന്ന് പറഞ്ഞു, അതിനേക്കാൾ കൂടിയ വിലക്ക് വിൽക്കുന്നതിനാണ് പ്രീമിയത്തിൽ നൽകൽ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എ ഷെയർ ഓഫ് ₹10 ഈസ് ഇഷ്യൂഡ് അറ്റ് ₹12. 10 രൂപയാണ് ഷെയറിൻ്റെ വാല്യൂ ആക്ച്വലി, പക്ഷേ നമ്മളത് ഇഷ്യൂ ചെയ്യുന്നത് 12 രൂപക്കാണ്. അപ്പോൾ 10 രൂപയുടെ ഷെയർ 12 രൂപക്ക് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ 10 എന്നുള്ളത് ഫേസ് വാല്യൂ, 12 എന്നുള്ളത് അതിൻ്റെ ഇഷ്യൂ പ്രൈസ് ആണ്. അപ്പോൾ 2 രൂപ കൂടുതൽ, ആ 2 രൂപയാണ് അതിൻ്റെ പ്രീമിയം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇഷ്യൂ ഉണ്ട്. ഈ ഇഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം. അപ്പോൾ ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ വിലക്ക് വിൽക്കുന്നതിനാണ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുക എന്ന് പറയാം. ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് കിഴിവിൽ നൽകലാണ്. അതായത് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ടിൽ കൊടുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖവിലയേക്കാൾ കുറഞ്ഞ വിലക്ക് നൽകൽ. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതേ ഉദാഹരണം തന്നെ നമുക്ക് പറയാം. എ ഷെയർ ഓഫ് ₹10 ഇഷ്യൂഡ് അറ്റ് ₹9. 10 രൂപയുടെ ഷെയർ 9 രൂപക്ക് നൽകൽ. അപ്പോൾ അവിടെ 10 എന്നുള്ളതാണ് അതിൻ്റെ ഫേസ് വാല്യൂ, അതിനേക്കാൾ താഴ്ന്ന വിലക്കാണ് കമ്പനി നൽകുന്നത്. അപ്പോൾ 9 രൂപ കൊടുക്കുന്നു. അപ്പോൾ ആക്ച്വലി അവിടെ കമ്പനിക്ക് നഷ്ടമാണ്. ഈ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുക കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ അധികം പൈസ കിട്ടുന്ന കാര്യമാണ്. അത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 രൂപ അവിടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്നു. മുഖവിലക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിനും കമ്പനിക്കും ഒക്കെ ഒരുപോലെ തന്നെ, അവിടെ ലാഭവും നഷ്ടമൊന്നും വരുന്നില്ല. ഇനി ഈ മൂന്നാമത്തെ കേസ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് സെക്ഷൻ 53 പ്രകാരം ഇപ്പോൾ അലൗഡ് അല്ല, എക്സെപ്റ്റ് ഫോർ സെറ്റിക്വിറ്റി ഷെയർസ്. സെറ്റിക്വിറ്റി ഷെയറുകൾ, വിയർപ്പ് ഓഹരികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഓഹരികളുണ്ട്, ഒരു ടൈപ്പ് ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. അത് കമ്പനിക്ക് ഡിസ്കൗണ്ടിൽ നൽകാം. അതൊഴികെ മറ്റു ഷെയറുകൾ ഡിസ്കൗണ്ടിൽ നൽകാൻ ഇപ്പോൾ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജേണൽ എൻട്രീസും അതിൻ്റെ പ്രോബ്ലംസും ഒന്നും ഇപ്രാവശ്യം നിങ്ങൾക്ക് പഠിക്കാൻ ബുക്കിൽ കാണില്ല. ഓക്കെ, സെറ്റിക്വിറ്റി ഷെയറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിലെ പിന്നെ എംപ്ലോയീസ് അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള അതിൻ്റെ മറ്റ് ഡയറക്ടേഴ്സ്, അങ്ങനെയുള്ള കമ്പനിക്ക് താല്പര്യമുള്ള ചില വ്യക്തികൾ കാണും, അവർക്ക് കിഴിവിൽ കൊടുക്കുന്ന ഒരു പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ഷെയറുകൾക്കാണ് സെറ്റിക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ വിയർപ്പ് ഓഹരികൾ എന്ന് പറയാറുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പം അതിൻ്റെ പുറത്ത് പൈസ കിട്ടും. അപ്പോൾ ഈ എമൗണ്ട് നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യാം എന്നുള്ളതാണ്. കളക്ഷൻ ഓഫ് എമൗണ്ട് ഓൺ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിൻ്റെ പുറത്തുള്ള പണം എങ്ങനെ സമാഹരിക്കുന്നു, അതായത് ഓഹരി മൂലധനത്തിൻ്റെ തുക എങ്ങനെ സമാഹരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് 2 രീതികളുണ്ട്. ഒന്ന്, ഇൻ ലംസം, മൊത്തത്തിൽ കളക്ട് ചെയ്യുക, അതാണ് ലംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒറ്റയടിക്ക് തന്നെ കമ്പനി ഇപ്പോൾ 100 രൂപയാണ് ഷെയറിൻ്റെ വാല്യൂ എങ്കിൽ ആ 100 രൂപ ഒന്നിച്ച് ഒറ്റയടിക്ക് തന്നെ ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ബൈ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് കളക്ട് ചെയ്യുന്നു, തവണകളായി കളക്ട് ചെയ്യുന്നു. അപ്പോൾ തവണകളായിട്ട് കളക്ട് ചെയ്യുമ്പോൾ അവിടെ വരുന്ന 2-3 സ്റ്റേജസ് ഉണ്ട്. അതിലൊന്നാണ് ആപ്ലിക്കേഷൻ.
അതായത് ഒന്ന് ആപ്ലിക്കേഷൻ, ഈ ആളുകൾ പ്രോസ്പെക്ടസ് ഒക്കെ കണ്ടതിന് ശേഷം അവർ ഷെയറിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സാഹചര്യത്തിൽ കമ്പനി കുറച്ച് പൈസ അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അപ്പോൾ 100 രൂപയാണ് ഷെയറിൻ്റെ വിലയെങ്കിൽ ഇപ്പോൾ 50 രൂപ അപ്പോൾ വാങ്ങിക്കുന്നു. പിന്നെ അടുത്ത സ്റ്റേജ് വരും അലോട്ട്മെൻറ്റ്. അവർക്ക് അവരുടെ ആപ്ലിക്കേഷൻ എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം അലോട്ട് ചെയ്യുന്നൊരു സമയം വരും. അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി അവരോട് നിശ്ചിത തുക ബാക്കി, അത് 100-ൽ 50 ഓൾറെഡി ആപ്ലിക്കേഷൻ കൂടെ അടച്ചു, ബാക്കി 50 കൂടെ ഉണ്ടാവും. അത് അലോട്ട്മെൻറ്റിൻ്റെ കൂടെ കുറച്ച് തുക അടക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടേക്കാം. അപ്പോൾ സപ്പോസ് ഒരു 30 രൂപ അടക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ മൊത്തത്തിൽ 50 ആപ്ലിക്കേഷനും 30 അലോട്ട്മെൻറ്റുമായി 80 രൂപ കമ്പനിക്ക് കിട്ടി. ബാക്കിയുള്ളത് കോൾ എന്ന് പറയും. കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ്, ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ ഒപ്പമല്ലാതെ കിട്ടുന്ന പണം. അപ്പോൾ അലോട്ട്മെൻറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ മണി അല്ലാത്ത കമ്പനി ആവശ്യപ്പെടുമ്പോൾ ഓഹരി ഉടമകൾ അടയ്ക്കേണ്ട തുകയാണ് കോൾ മണി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ 50 രൂപ ആപ്ലിക്കേഷനും 30 രൂപ അലോട്ട്മെൻറ്റും കൂട്ടിയാൽ 80 മൊത്തം ഷെയർ വാല്യൂ 100 റുപ്പീസ് ആണെങ്കിൽ ബാക്കി വരുന്ന 20 രൂപയാണ് ഇവിടെ കോൾ എമൗണ്ട് വരുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ മണിയും അലോട്ട്മെൻറ്റ് മണിയും അല്ലാത്ത ബാക്കി ബാലൻസ് വരുന്ന തുകയാണ് നമ്മൾ കോൾ എന്ന് പറയാം. ഓക്കെ, അപ്പം ഇങ്ങനെ 3 തവണയായിട്ട് കമ്പനിക്ക് ആ പണം പിരിച്ചെടുക്കാം. അപ്പം ഇങ്ങനെ 2 രീതിയാണ് ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് പിരിച്ചെടുക്കുന്നതിനുള്ളത്. ഒന്ന് മൊത്തത്തിൽ കളക്ട് ചെയ്യുന്നു, 100 രൂപ ഒന്നിച്ച് മൊത്തത്തിൽ 100 രൂപയാണെങ്കിൽ ഒന്നിച്ച് കളക്ട് ചെയ്യുന്നു. രണ്ടാമത് ഈ 100 രൂപയെ ഇങ്ങനെ തവണകളായിട്ട് കമ്പനിക്ക് കളക്ട് ചെയ്യാം. ഇതാണുള്ളത്. ഇനി ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ നമുക്കതാണ് പ്രോബ്ലം കൂടുതൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ജേണൽ എൻട്രീസ് ആണ് നമുക്കിവിടെ വരുന്നത്. ഇൻസ്റ്റാൾമെൻറ്റിലാണ് ഈ ഷെയറിൻ്റെ തുക കളക്ട് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രീസ് എങ്ങനെ വരും? അതിൻ്റെ അക്കൗണ്ടിങ് ആണ്. നമുക്കതാണ് ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ്, അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതിൽ വരുന്ന ഈ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ ഒന്ന് ഓൺ റെസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ മണി. അപ്പോൾ അതിൽ ആദ്യം സംഭവിക്കുന്നത് ആപ്ലിക്കേഷൻ അയക്കുക എന്നുള്ളതായിരിക്കും. പ്രോസ്പെക്ടസ് കാണുന്ന ആളുകൾ കമ്പനിയിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുന്നു, എനിക്ക് ഇത്ര ഷെയർ ആവശ്യമുണ്ട്, ഇത്ര ഷെയർ തരണം എന്നുള്ള രീതിയിൽ അവർ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതാണ് ഓൺ റെസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ മണി, ആപ്ലിക്കേഷൻ മണിയുടെ റെസിപ്റ്റ്. അപ്പോൾ അതിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കമ്പനി പാസ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിൽ ജേണൽ എൻട്രി ഇങ്ങനെ വരും: ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് എന്നാണ് വരിക. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് എന്ന് വരുന്നു? കാരണം കമ്പനിയുടെ ഷെയറുകൾ വിൽപ്പന നടത്തുന്നത് ഒരു പർട്ടിക്കുലർ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിനെയൊക്കെയാണ് സാധാരണഗതിയിൽ അത്തരം കാര്യങ്ങളിലേക്ക് വേണ്ടി കമ്പനി ഏർപ്പാടാക്കുന്നത്. ഓക്കെ, അപ്പം ഈ ആപ്ലിക്കേഷൻ മണി വരുന്നത് ആക്ച്വലി കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. അപ്പം ബാങ്കിലാണ് പണം വരുന്നത്. ബാങ്കിലേക്ക് പണം വന്നാൽ നമ്മൾ ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുന്നു. അത് റൂള് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് എന്നുള്ളത് അസറ്റാണ്, അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അപ്പോൾ നമ്മളതിന് ഡെബിറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് വരും. ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്, ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് എന്നാണ് വരിക. ഷെയർ ആപ്ലിക്കേഷനായിട്ട് പണം വന്നു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അവിടെ അത് വരാനുള്ള കാരണം നമ്മളിനി ഇതിൽ ചർച്ച ചെയ്യുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്, ഷെയർ കോൾ അക്കൗണ്ട്. അതായത് 3 സ്റ്റേജുകളിൽ വരുന്ന കാര്യങ്ങൾ: ആപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും കോളും. ഇതിന് 3നും നമ്മൾ ഓരോ സെപ്പറേറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യും. അതാത് സമയത്ത് ഈ 3 അക്കൗണ്ടുകളും പേഴ്സണൽ അക്കൗണ്ടുകൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട അക്കൗണ്ടുകളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് എൻട്രിയിൽ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് എന്നാണ് നമ്മൾ എഴുതുന്നത്. അതായത് പണം തരുന്ന ആളെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ക്രെഡിറ്റ് ദ ഗിവർ എന്നുള്ള ഒരു റൂള് പഠിച്ചു കാണുമല്ലോ. അപ്പോൾ ആ ക്രെഡിറ്റ് ദ ഗിവർ, പണം നൽകുന്ന ആളെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്, അത് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ സ്ഥാനത്താണ് ഉള്ളത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് എന്ന് ആദ്യത്തെ എൻട്രി എഴുതും. അതിൻ്റെ നരേഷൻ വരുന്നത്, നരേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതിൻ്റെ താഴെ ബ്രാക്കറ്റിൽ നമ്മൾ ഈ ജേണൽ എൻട്രിയുടെ താഴെ ബ്രാക്കറ്റിൽ എഴുതുന്ന ഈ ഒരു കാര്യമുണ്ട്, അതിനാണ് നമ്മൾ നരേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ്, ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ, അതിനാണ് നമ്മൾ നരേഷൻ എന്ന് പറയുക. അവിടെ നടന്ന ഇടപാടിൻ്റെ ചുരുക്കമായിട്ടുള്ള കാര്യമാണ്, ചുരുക്കിയ രീതിയിൽ അത് നമ്മൾ എഴുതുന്നു. ഇവിടെ സംഭവിച്ചത് എന്തായിരിക്കും? ഇത്ര ഷെയറിൻ്റെ പുറത്ത് എമൗണ്ട് റിസീവ്ഡ് ഓൺ ആപ്ലിക്കേഷൻ ഫോർ ഡാഷ് നമ്പർ ഓഫ് ഷെയർസ് ആണ്, അറ്റ് റുപ്പീസ് ഡാഷ് പെർ ഷെയർ.
ഒരു ഷെയറിൻ്റെ പുറത്ത് ഇത്ര രൂപ വെച്ച് ഇത്ര ഷെയറിൻ്റെ പുറത്ത് ആപ്ലിക്കേഷൻ മണി സ്വീകരിച്ചു എന്നാണ് നമ്മളിവിടെ എഴുതി വെക്കുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ എൻട്രി വരുന്നത്, ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ഇനി രണ്ടാമത് വരുന്നത് ഓൺ ആക്സെപ്റ്റൻസ് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ ആപ്ലിക്കേഷൻ കിട്ടുന്നു ഫസ്റ്റ് സ്റ്റേജിൽ, കിട്ടിയതിന് ശേഷം കമ്പനി അതെല്ലാം വെരിഫൈ ചെയ്ത് ഓക്കെ ആയതിനു ശേഷം അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് വരുന്നുണ്ട്. ആക്സെപ്റ്റ് ചെയ്യുമ്പം നമ്മൾ ഈ പണത്തെ കിട്ടിയിട്ടുള്ള തുകയെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ വന്നിട്ടുള്ള ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ആയിരിക്കും വന്നിട്ടുണ്ടാവും, അതിനെവിടെ ഡെബിറ്റ് ചെയ്യുന്നു, നേരെ അടുത്ത എൻട്രി ആയിട്ട് അത് ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഷെയർ ആപ്ലിക്കേഷന് ഡെബിറ്റ് ചെയ്യുന്നു ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ നരേഷൻ എഴുതേണ്ടത് ആപ്ലിക്കേഷൻ മണി ഓൺ ഇത്ര ഷെയർസ് ട്രാൻസ്ഫർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ആ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തു. കാരണം അവിടെ ഷെയർ ക്യാപിറ്റൽ റൈസ് ചെയ്യാണ് കമ്പനി ചെയ്യുന്നത്. അപ്പോൾ പണം വന്നു, ആ പണം നമ്മൾ ഷെയർ ക്യാപിറ്റലായിട്ടാണ് നമുക്ക് അത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് തുല്യമായിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ അവിടെ റൈസ് ചെയ്യാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതിന് ക്രെഡിറ്റ് വരുന്നത്. ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് റൂള്. അപ്പോൾ അതുകൊണ്ട് അവിടെ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തത്, ചിലപ്പം ഈ അപ്ലൈ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും നമ്മൾ ഷെയർ അലോട്ട് ചെയ്തോളണം എന്നില്ല. അപ്പോൾ ചിലപ്പം ചില ആളുകളുടെ പണം അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും റീഫണ്ട് ചെയ്യുന്ന കേസ് വന്നേക്കാം. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ നിരസിച്ചേക്കാം, റിജക്റ്റ് ചെയ്തേക്കാം. ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പണം അവർക്ക് തന്നെ തിരികെ കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ തിരികെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്യുന്ന എൻട്രി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നായിരിക്കും. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇവിടെ ഡെബിറ്റ് വരാനുള്ള കാരണം ഈ തന്ന ആളുകൾക്ക് നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ തിരിച്ച് ആളുകൾക്ക് പൈസ കൊടുക്കുമ്പോൾ അവർ റിസീവ് ചെയ്യുന്നു. അപ്പോൾ റിസീവറെ ഡെബിറ്റ് ചെയ്യാന്നുള്ള റൂൾ ഉണ്ട്. അപ്പോൾ റിസീവറെ ഡെബിറ്റ് ചെയ്യാന്ന് വരുമ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ആണ്, അത് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ ഇവിടെ പൈസ സ്വീകരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ആളുകളുടെ പേരിന് പകരം അവിടെ എഴുതുന്നത് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ എന്നായിരിക്കും. അപ്പോൾ ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്കിന് ക്രെഡിറ്റ് ചെയ്തു, കാരണം ബാങ്കിൽ നിന്ന് പണം പോകുന്നു, ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. കൂടിയാൽ ഡെബിറ്റ് ചെയ്യും, കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നുള്ള എൻട്രി വരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് അതിന് നരേഷൻ കാണാം. ആപ്ലിക്കേഷൻ മണി റിട്ടേൺഡ് ഓൺ റിജക്റ്റഡ് ആപ്ലിക്കേഷൻ ഫോർ ഡാഷ് നമ്പർ ഓഫ് ഷെയർസ്. ഇത്ര നമ്പർ ഓഫ് ഷെയർസിൻ്റെ പുറത്ത് റിജക്റ്റ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ പുറത്ത് ഉള്ള പണം തിരികെ നൽകി എന്നുള്ളതാണ് അതിന് എഴുതുന്ന നരേഷൻ. ഇനി നാലാമത്തെ കേസ് അലോട്ട്മെന്റ് മണി ഡ്യൂ ആകുമ്പോഴാണ്, ഫോർ എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ട്മെന്റ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സംഭവം മനസ്സിലാക്കേണ്ടത്, ആദ്യം അപ്ലൈ ചെയ്യുന്ന ആളുകൾ അവർക്ക് നമ്മൾ അവരുടെ ഷെയർ നമ്മൾ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം അടുത്ത സ്റ്റേജിലേക്ക് കമ്പനി പോകുന്നു. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ സ്റ്റേജ് അവിടെ അവസാനിക്കുന്നു. അടുത്ത സ്റ്റേജ് വരുന്ന അലോട്ട്മെന്റ് ആണ്. അവർക്ക് ഇനി ഷെയർ നമ്മൾ അലോട്ട് ചെയ്യാൻ പോകുന്നു. അപ്പം അലോട്ട് ചെയ്യാൻ പോകുമ്പം അവരുടെ കയ്യിൽ നിന്ന് അലോട്ട്മെന്റ് മണി ഡ്യൂ ആവും, പൈസ കൊണ്ട് തരാനാവും. അലോട്ട്മെന്റിനോട് കൂടെ കമ്പനി കളക്ട് ചെയ്യും. അലോട്ട്മെന്റ് ചെയ്തതിന് ശേഷം ആ കമ്പനി ആ പൈസ അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. അപ്പം ആദ്യം ആ എമൗണ്ട് ഡ്യൂ ആവുന്ന എൻട്രി ഉണ്ട്, ഫോർ എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ട്മെന്റ്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ. ഇവിടെ അങ്ങനെ തന്നെയാണ്, ആളുകൾ ഇങ്ങോട്ട് തരാനാവണം പൈസ. ഷെയർ ഹോൾഡേഴ്സ് പൈസ നമുക്ക് ഇങ്ങോട്ട് തരാനാവുന്നത് നമ്മളുടെ ഒരു ഡെപ്റ്റേഴ്സ് പോലെ വരികയാണ്. അപ്പോൾ ആ അസറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പം പിന്നെ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആളുകൾ ഇങ്ങോട്ട് തരാനാവുന്നു എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ അത് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അവിടെ ഉണ്ടാവുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഷെയർ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത് അലോട്ട്മെന്റ് മണി കിട്ടുമ്പം. അപ്പോൾ അത് ഡ്യൂ ആവുകയാണ്, അലോട്ട്മെന്റ് മണി ഡ്യൂ ഓൺ ഷെയർസ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ സാഹചര്യത്തിൽ അതിൻ്റെ ഇടയിൽ മറ്റൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നേക്കാം. അതായത് ചിലപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലെ ആപ്ലിക്കേഷൻ പൈസയൊക്കെ അടക്കുന്ന സമയത്ത് ചിലപ്പോൾ എക്സസ് ആപ്ലിക്കേഷൻ മണി കിട്ടും, കൂടുതൽ ആപ്ലിക്കേഷൻ മണി വന്നേക്കാം. കൂടുതൽ ആപ്ലിക്കേഷൻ മണി വരുമ്പോൾ കമ്പനി അവിടെ, അതായത് കൂടുതൽ പേര് കമ്പനി ഷെയറൊക്കെ അലോട്ട് ചെയ്യുന്ന, ഷെയർ ഇഷ്യൂ ചെയ്യുന്ന എണ്ണത്തേക്കാൾ കൂടുതൽ, ഇപ്പോൾ കമ്പനി 1000 ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത്, പക്ഷേ ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ ചിലപ്പോൾ 1200 1300 പേരൊക്കെ അപ്ലൈ ചെയ്തു എന്ന് വരാം. അപ്പോൾ 1000 ഷെയർ കമ്പനിയുടെ കയ്യിലുള്ളൂ, പക്ഷേ 1300 പേരെ അപ്ലൈ ചെയ്തെങ്കിൽ എല്ലാവർക്കും അവർ അപ്ലൈ ചെയ്ത എണ്ണ അനുസരിച്ച് കൊടുക്കാൻ കമ്പനിയുടെ കയ്യിലുണ്ടാവണമെന്നില്ല. അപ്പോൾ കമ്പനി അവരെ ഭാഗികമായിട്ട്, ഇപ്പോൾ 5 എണ്ണം അപേക്ഷിച്ചവർക്ക് 3 എണ്ണമൊക്കെ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും. ഇങ്ങനെ കൊടുക്കുന്നതാണ് പ്രോറാറ്റ അലോട്ട്മെന്റ് എന്നാണ് പറയുക. അത് ശേഷം വരുന്നതാണ്
ഇങ്ങനെ പ്രോ റാറ്റ എന്നാണ്. അപ്പോൾ പ്രോ റാറ്റ അലോട്ട്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് സ്റ്റേജിൽ ആക്ച്വലി ആപ്ലിക്കേഷൻ മണിയേക്കാൾ കൂടുതൽ പണം കമ്പനിയുടെ കയ്യിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ എക്സസ് വന്ന ആപ്ലിക്കേഷൻ മണി സാധാരണഗതിയിൽ കമ്പനി ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യും. അലോട്ട്മെൻറ്റ് സ്റ്റേജിലേക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള എൻട്രിയാണ് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഷെയർ ആപ്ലിക്കേഷൻ, അതായത് ആപ്ലിക്കേഷൻ പൈസ അവിടെ അപ്പോഴും കിടക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ അതിന് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് എഴുതും. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ മണി ഓൺ ഡാഷ് ഷെയർസ് അറ്റ് റുപ്പീസ് ഡാഷ് പെർ ഷെയർ അഡ്ജസ്റ്റഡ് ടു ദി എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ട്മെൻറ്റ്. അപ്പോൾ ഈ ഓൾറെഡി ഷെയർ വാങ്ങിച്ച ആൾക്കാർക്ക് അലോട്ട്മെൻറ്റ് മണി അടക്കാനുണ്ടാവും. അപ്പോൾ അവർ ഓൾറെഡി കുറച്ച് പൈസ അധികം അടച്ചിട്ടുണ്ടാവും. അപ്പോൾ 5 വേണ്ടവർക്ക് 3 കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ 5 പൈസ അടച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ 2 പൈസ എക്സ്ട്രാ അടച്ചിട്ടുണ്ടാവും 3 കൊടുത്ത ആൾക്കാരാണെങ്കിൽ. അപ്പോൾ ആ 2 എക്സ്ട്രാ വന്നിട്ടുള്ള പണം കമ്പനി അവർക്ക് റിട്ടേൺ ചെയ്യുന്നില്ല, പക്ഷെ കമ്പനിയുടെ കയ്യിൽ വെക്കും. എന്നിട്ട് അവരിനി അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുമല്ല, അലോട്ട്മെൻറ്റ് മണി അടക്കാനാവുമ്പോൾ കമ്പനി അവരുടെ കയ്യിൽ നിന്ന് അലോട്ട്മെൻറ്റ് മണി വാങ്ങിക്കാതെ അവർ ഓൾറെഡി ആപ്ലിക്കേഷൻ്റെ കൂടെ അടച്ചിട്ടുള്ള ആ എക്സസ് തുക അവരുടെ അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവർ അലോട്ട്മെൻറ്റ് മണി അടയ്ക്കേണ്ട. ഓക്കെ, മനസ്സിലായോ? അവർ അലോട്ട്മെൻറ്റ് മണി അടയ്ക്കേണ്ട. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന എൻട്രിയാണ് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് ഈ അലോട്ട്മെൻറ്റ് മണി കിട്ടുമ്പോഴാണ്. അലോട്ട്മെൻറ്റ് മണി കിട്ടുമ്പോൾ നേരത്തെ ഡ്യൂ ആവുന്ന എൻട്രി എഴുതി, ഇനി അത് അലോട്ട്മെൻറ്റ് കമ്പനി റിസീവ് ചെയ്യുമ്പോൾ ഉള്ള എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ്. അത് ബാങ്കിലാണ് അതിൻ്റെ പൈസ നമ്മൾ വരുന്നത്. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, അപ്പോൾ ബാങ്കിൽ പൈസ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട്, ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളതിന് ഡെബിറ്റ് ചെയ്യുന്നു ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ഷെയർ അലോട്ട്മെൻറ്റിന് ഡ്യൂ ആകുമ്പോൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ആ അക്കൗണ്ടിനെ കൊണ്ടുവന്ന് ക്രെഡിറ്റ് ചെയ്യുന്നു ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് നേരത്തെ കിട്ടാനായത് കാണിക്കും. അപ്പോൾ ഇവിടെ മൊത്തം കിട്ടുമ്പോൾ നമ്മളതിനെ ക്രെഡിറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ് ഓൺ ഇത്ര ഷെയർസ് അറ്റ് റുപ്പീസ് ഇത്ര പെർ ഷെയർ എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ എഴുതുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റേജ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ഫോർ കോൾ എമൗണ്ട് ഡ്യൂ ആണ്. കോൾ എമൗണ്ട് ആണ്. കോൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു, ഈ ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് നമുക്ക് കോൾ എന്നുള്ള ഓപ്ഷൻ. ആപ്ലിക്കേഷൻ മണിയും അലോട്ട്മെൻറ്റ് മണിയും അല്ലാതെ കമ്പനി ആവശ്യപ്പെടുന്ന മണിയാണ് കോൾ മണി. ഇവിടെ കോളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോൾ ഉണ്ടാവാം, സെക്കൻഡ് കോള്, അതുപോലെ തേർഡ് കോള്, ഇങ്ങനെ 3 തരത്തിലുള്ള 3 തവണ കമ്പനി ഈ ബാക്കിയുള്ള പണം കളക്ട് ചെയ്തേക്കുക എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ്റെയും അലോട്ട്മെൻറ്റിൻ്റെയും പുറമെ ബാക്കിയുള്ള വരുന്ന തുക കോളെന്ന് പറയുമ്പോൾ ഒറ്റ കോള് മാത്രം ആയിക്കൊള്ളുന്നില്ല, എന്ന് പറയുമ്പോൾ ഒറ്റ ഇൻസ്റ്റാൾമെൻറ്റ് മാത്രം ആയിക്കൊള്ളുന്നില്ല. കോളിൽ തന്നെ ഒരു തവണ പറയാം, രണ്ടാമത്തെ തവണ ആവശ്യപ്പെടാം, മൂന്നാമത്തെ തവണ ആവശ്യപ്പെടാം. ഇങ്ങനെ ഫസ്റ്റ് കോള്, സെക്കൻഡ് കോള്, തേർഡ് വരെയാണ് സാധാരണ രീതിയിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ തേർഡ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് നമ്മൾ ഇനി ചിലപ്പോൾ ഒറ്റ കോളേ കാണുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറയും, ഒന്നാമത്തെ അവസാനത്തെയും കോള്. ചിലപ്പോൾ ഒന്ന് വിളിക്കും, രണ്ടാമത്തോടെ അവസാനിപ്പിക്കും, അപ്പോൾ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഫൈനലായിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഏതിനോട് കൂടെ വെച്ചാൽ അത് സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഒന്നാമത്തെ കോളോടെ തന്നെ അവസാനിപ്പിക്കുന്നുവെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. രണ്ടാമത്തെ കോളിൻ്റെ കൂടെയാണ് അവസാനിപ്പിക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് കോൾ എഴുതിയിട്ടുണ്ടാവും, അതിന് പുറമെ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അവിടെ അവസാനിപ്പിക്കുന്നു. മൂന്നാമത്തെ വരെ വരികയാണെങ്കിൽ ഫൈനൽ കോൾ അക്കൗണ്ട് എന്നുള്ള രീതിയിൽ നമ്മളതിനെ എഴുതുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ജസ്റ്റ് ഒരു കോളിൻ്റെ സാധാരണഗതിയിൽ എൻട്രി മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇപ്പോൾ ഫോർ കോൾ എമൗണ്ട് ഡ്യൂ ആകുമ്പോൾ വരുന്ന എൻട്രി ഷെയർ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ഷെയർ കോൾ അക്കൗണ്ട് നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ കോൾ മണി ആളുകൾ തരാനായി നടത്താം. അപ്പോൾ ആളുകളാണ് അവിടെ ആക്ച്വലി വരുന്നത്. അപ്പോൾ അവരുടെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, അതിന് പകരം എഴുതുന്നത് ഷെയർ കോൾ അക്കൗണ്ട് എന്നുള്ളതാണ്, ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ കോൾ മണി ഡ്യൂ ഓൺ ഇത്ര ഷെയർസ് പെർ ഇത്ര റുപ്പീസ് പെർ ഷെയർ വെച്ചിട്ട് എന്നുള്ള രീതിയിൽ എഴുതുന്നു. അതിനുശേഷം ഈ കോൾ മണി നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ എഴുതുന്നത് ഫോർ റെസിപ്റ്റ് ഓഫ് കോൾ എമൗണ്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ കോൾ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിലെ ഡെപ്റ്റർ, ബാങ്കിലേക്ക് പണം നമ്മൾ വരുന്നു. അപ്പോൾ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു.
അപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. പിന്നെയുള്ള ടു ഷെയർ കോൾ അക്കൗണ്ട് എന്നാണ്. അപ്പോൾ നേരത്തെ മുകളിൽ കാണാം ഷെയർ കോൾ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റാണ് ചെയ്തത്. ഇവിടെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ അത് ആ പൈസ കിട്ടുമ്പോൾ നമ്മൾ ആ അക്കൗണ്ടിന് തിരിച്ച് ക്രെഡിറ്റ് ചെയ്യും ടു ഷെയർ കോൾ അക്കൗണ്ട്. ഇവിടെ അവർ തരാനായി, ഇവിടെ അവർ തന്നു. ഓക്കെ, അപ്പോൾ ആ ലാബിലിറ്റി അവിടെ അവസാനിക്കുകയാണ്. ആസെറ്റ് നമ്മൾ അവിടെ കുറയാണ് ചെയ്യുന്നത്. ഇവിടെ ഷെയർ കോൾ അക്കൗണ്ട് എന്നുള്ളത് ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണെന്ന് പറഞ്ഞു. ആൾ തരാനാവുന്നു നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അത് തന്നു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ആ തരാനുള്ള ആ ബാധ്യത കുറയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അയാളെ ആ ആസെറ്റ് കുറയുന്നു എന്നുള്ള അസംഷനിൽ നമ്മൾ അതിന് ക്രെഡിറ്റും ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എൻട്രി. ഇപ്പോൾ കോൾ മണി റിസീവ്ഡ് ഓൺ ഇത്ര ഷെയർസ് എത്ര റുപ്പീസ് ഇത്ര പെർ ഷെയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് എൻട്രി എഴുതുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ സെറ്റ് എൻട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇനി ഇതിനൊന്ന് ചുരുക്ക രൂപത്തിൽ പറയാം. ഈ 3 സ്റ്റേജുകൾ, അത് ഒന്നാമത്തത് ആപ്ലിക്കേഷൻ, പിന്നെ അലോട്ട്മെൻറ്റ്, പിന്നെ കോൾ, ഈ 3 സ്റ്റേജിൽ വരുന്ന എൻട്രി അത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രികൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. ആപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ മണി വരുന്നു. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ. പിന്നെ അതിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു ഷെയർ ക്യാപിറ്റലിലേക്ക്. അപ്പോൾ വരുന്നത് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ആദ്യത്തെ എൻട്രിയിൽ ടു ഷെയർ ആപ്ലിക്കേഷൻ, രണ്ടാമത്തേൽ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ. അപ്പോൾ ഒരു ക്രെഡിറ്റും ഒരു ഡെബിറ്റ്, സെയിം അക്കൗണ്ടിന് ഡെബിറ്റും സെയിം അക്കൗണ്ടിന് ക്രെഡിറ്റും വരുന്നു. അപ്പോൾ ഈ അക്കൗണ്ട് ഫലത്തിൽ ക്യാൻസലായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അവിടെ ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി ഉണ്ടാവുന്ന അക്കൗണ്ട് ഇത് മാത്രമായിരിക്കും ബാക്കി ഉണ്ടാവുന്നത്. അതായത് ഇവിടെ ഉള്ള ബാങ്ക് അക്കൗണ്ട് അതിവിടെ വരുന്നു, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. പിന്നെ ഈ രണ്ടാമത്തെ എൻട്രിയിലെ ടു ഷെയർ ക്യാപിറ്റൽ അതും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റലിൽ നിന്ന് മാത്രമേ നെറ്റ് എഫക്റ്റ് അതിൽ വരുന്നുള്ളൂ. മറ്റേ അക്കൗണ്ട് ഡെബിറ്റും ക്രെഡിറ്റും വന്ന് ക്യാൻസലായി പോകുന്നു. ഇനി അലോട്ട്മെൻറ്റിൻ്റെ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എൻട്രി വരെ എങ്ങനെയാണ്? അലോട്ട്മെൻറ്റ് ഡ്യൂ ആകുമ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ, അതിൻ്റെ പൈസ കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ്. ഇവിടെ ഈ അലോട്ട്മെൻറ്റ് നമ്മൾ ആദ്യം ഡെബിറ്റ് ചെയ്യും, പിന്നെ ഇത് അലോട്ട്മെൻറ്റിനെ ഇവിടെ വെച്ചിട്ട് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും സെയിം അക്കൗണ്ട് വരുമ്പം ആ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ക്യാൻസൽ ആവുന്നു. ബാക്കി ഉണ്ടാവുന്നത് ഡെബിറ്റ് ഭാഗം ആദ്യം നമ്മൾ എഴുതുന്നു. അപ്പോൾ താഴത്തെയുള്ള ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എന്നാണ് ഇവിടെ വരുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഇതിൻ്റെ മുകളിലും വന്ന് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലും ബാക്കിയാവുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോയാൽ കോൾ അക്കൗണ്ട് ആണ്. കോളിൽ ഷെയർ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ കോള് ഡ്യൂ ആവുന്നു ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നെ പൈസ കിട്ടുന്നു കോൾ മണി റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ കോൾ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലും ഷെയർ കോൾ അക്കൗണ്ട് ആദ്യം ഡെബിറ്റ്, രണ്ടാമത്തെ എന്തെങ്കിലും ഷെയർ കോൾ അക്കൗണ്ട് ക്രെഡിറ്റ്. അപ്പോൾ ആ അക്കൗണ്ട് ക്യാൻസൽ ആവും. ഷെയർ കോൾ അക്കൗണ്ട് ഈസ് ക്യാൻസൽഡ്. പിന്നെ ബാക്കി ഉണ്ടാവുക ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. ആ ഡെപ്റ്റർ ആദ്യം എഴുതുന്നു. ആൻഡ് ഇത് ഈ ഭാഗത്തുണ്ടാവുന്ന എൻട്രി ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അത് ബാക്കി ഉണ്ടാവും. അപ്പോൾ ഇതിൽ വരുന്ന ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഈ 3 സ്റ്റേജിലും ബാക്കിയാവുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഇവിടെയും ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഈ മൂന്നാമത്തെ കേസിലും ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഇത്രയാണ് വരിക. അപ്പോൾ ഇതിൽ വരുമ്പോൾ കോളിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്, കോൾ എന്നുള്ളത് ഒരു കോൾ ഉണ്ടാവാം, 2 കോൾ ഉണ്ടാവാം. അപ്പോഴൊക്കെ നമ്മൾ ഈ എൻട്രി റിപ്പീറ്റ് ചെയ്യണം. ഒരു കോൾ മാത്രം 2 കോളുള്ളതാണെങ്കിൽ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറയും. അതിൻ്റെ റിസീവ് ചെയ്യുന്ന എമൗണ്ട് ഇതുപോലെ എഴുതുന്നു, ഷെയർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. രണ്ടാമത്തെ കോളൂടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അതിൻ്റെ പൈസ കിട്ടുമ്പം ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഇങ്ങനെ എഴുതണം. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാക്കാം എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ജേർണൽ എൻട്രീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക, വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ക്ലാരിഫിക്കേഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.